സ്വലാത്തിന് ചാർട്ട് തന്നിട്ടുണ്ട്. അതെന്തിനാണ്? ഓരോ ദിവസവും ചൊല്ലുന്ന സ്വലാത്തുകൾ അതിൽ നോട്ട് ചെയ്ത് വെക്കാൻ. ചെയ്യാറുണ്ടോ? ചെയ്യണം. ഞാൻ കഥ പറഞ്ഞുതരാം, നന്നായി ശ്രദ്ധിക്കാം. ഒരിക്കൽ അറബ് റസൂലുള്ളാഹി അവരുടെ അടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്. സിദ്ദീഖ് നിങ്ങൾ അറിയാലോ, ഇസ്ലാമിക ഖിലാഫത്തിൽ ആദ്യത്തെ ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റ കൂട്ടുകാരൻ എപ്പോഴും ഒരുമിച്ചാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളും അറബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സമയത്ത് അവര് നിൽക്കുന്ന ഒരു മജ്ലിസിലേക്ക് ഒരാൾ കടന്നു വന്നു. സാധാരണ വരുന്ന ആളല്ല, അവിടെ എപ്പോഴും പരിചയമുള്ള ഒരാളല്ല, ഒരു പുതുമയുള്ള ഒരാളാണ് വന്നത്, പരിചിതനാണ് കയറി വന്നത്. ഉടനെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി, സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഒരു അല്പം അവിടെ നീങ്ങിയിരിക്കണം. രണ്ടാളും ചേർന്നല്ലേ ഇരിക്കുന്നത്, ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്, ആണോ അല്ലേ? ആണ്. അപ്പൊ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് പറഞ്ഞു, കുറച്ച് നീങ്ങിയിരിക്കുക. എന്നിട്ട് ആഗതനായ വന്ന ആളുണ്ടല്ലോ, ഇപ്പൊ വന്ന ഒരാളില്ലേ, നിങ്ങളത് ഇവിടെ അല്ലേ, വന്ന ഒരാളില്ലേ, അവരോട് പറഞ്ഞു എവിടെ ഇരിക്കാൻ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിലുള്ള ഈ സ്പേസിൽ ഇരിക്കണം. അയാൾ സന്തോഷത്തോടെ പോയി. വലിയ ഭാഗ്യല്ലേ ഈ ഭൂമി ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അവരുടെ ഇടയിൽ ഇരിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ? അതൊരു ഭാഗ്യല്ലേ. അപ്പോൾ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതെന്താ പരിപാടി, ഇതെന്താ മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ ഉടനെ പറഞ്ഞു, സിദ്ദീഖെ, ഈ വന്ന ആളെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? സാധാരണക്കാരനല്ലേ ഇയാള്, ഒരുപാട് സ്വലാത്ത് ചെല്ലുന്ന ആളാണ്, എന്റെ പേരിൽ ധാരാളം സ്വലാത്ത് പതിവാക്കുന്ന ഒരു വ്യക്തിയാണ് വന്ന ആള്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ ഉള്ളതിന് കൽപ്പനയുണ്ട്. ഈ ഭൂമി ലോകത്ത് എന്റെയും നിന്റെയും ഇടയിൽ ഇരിക്കുന്ന ഇതിനേക്കാൾ വലിയ ബഹുമാനിയാക്ക് വേറെ കിട്ടാണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ വന്ന മനുഷ്യനെ ഇവിടെ ഇരുത്തി ആദരിച്ചത്. അതേപോലെ പരാതിയുണ്ടോ? പരാതിയൊന്നുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ ചെയ്തതിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ നമ്മളൊക്കെ ഇതേപോലെ ധാരാളം സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് ഇനി കഴിയോ? ഇല്ല. നമുക്ക് നാളെ സ്വർഗത്തിലെത്തിയാൽ ആരിതുപോലെ ഇരിക്കുന്നുണ്ടാവും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇരിക്കുന്നതിനടുത്ത് നമുക്ക് പോയി ഇരിക്കാം. എന്ത് ചെയ്യണം? ധാരാളം സ്വലാത്ത് ചെല്ലണം. എന്താ പറഞ്ഞത്? ഈ ഭൂമി ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന ആളാണ് നാളെ എന്റെ കൂടെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ